ഹലോ ഗൈസ്, നമുക്കിന്ന് സോളോ ഡേറ്റ് പോയാലോ? റീൽസ് തോണ്ടിയിരുന്നപ്പോൾ കുറേ ജാപ്പനീസ് ഫുഡ്സ് ഉണ്ട്. അപ്പോൾ മനസ്സിലൊരു കൊതി, നല്ല അടിപൊളി ജാപ്പനീസ് ഫുഡ്സ് ട്രൈ ഔട്ട് ചെയ്തായിരുന്നു. നേരെ വിട്ടു. നമ്മുടെ കിൽക്കനിയിൽ ഒത്തൻറ്റിക് ജാപ്പനീസ് ഫുഡ്സ് കിട്ടുന്ന ക്യോട്ടോ എന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇന്ന് വന്നത്. നേരെ കയറി ചെന്നു. സീറ്റ് ഫോർ 1 എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ നമുക്ക് കിൽക്കനിയുടെ പാലസിന് വ്യൂ ഉള്ള ഒരു വിൻഡോ സീറ്റൊക്കെ തന്നു. നമ്മളങ്ങിരുന്നു. നേരെ മെനു നോക്കി. എന്ത് ഓർഡർ ചെയ്യണമെന്ന് ഒരു സംശയമില്ലായിരുന്നു. നേരെ അവരുടെ ബെൻഡോ ബോക്സും അതോടൊപ്പം തന്നെ 8 പീസസ് സുഷിയാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത്. അതോടൊപ്പം തന്നെ ഞാൻ ഇവരെ കോക്കോള ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഫുഡിന് മുമ്പ് കുറച്ച് കോക്ക് കുടിച്ച് സെറ്റായിട്ടിരിക്കാൻ നടത്തും. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ എഡീഷൻ്റെ പോർച്ചുഗൽ എഡീഷൻ്റെ കോക്കോളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും കോക്ക് കുടിച്ച് ഫുഡിന് വേണ്ടിയുള്ള റെഡി ആയിട്ടുള്ള ഇരിപ്പാണിത്. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഫുഡ് എത്തി. നമ്മുടെ ബെൻഡോ ബോക്സും അതോടൊപ്പം തന്നെ സുഷിയും ടേബിളിലെത്തി. നല്ല ഐ ക്യാച്ചിങ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ബെൻഡോ ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള മിസോ സൂപ്പും അതോടൊപ്പം തന്നെ സ്റ്റിക്കി റൈസും പിന്നെ ബീൻസ് ആൻഡ് ചിക്കൻ കറിയും 2 പീസ് സുഷിയും പിന്നെ ചിക്കൻ്റെ ഒരു ഫ്രൈഡ് ആയിട്ടും അതോടൊപ്പം തന്നെ സുഷി എന്ന് പറയുമ്പോൾ ക്രാബും പ്രോൺസും ചിക്കനും കൂടെ ആയിട്ടുള്ള ഫില്ലിംഗ് ഉള്ള ഒരു സുഷിയായിരുന്നു വന്നത്. നമ്മൾ തുടങ്ങിയത് തന്നെ ഇവരുടെ മിസോ സൂപ്പാണ്. മിസോ സൂപ്പ് എന്ന് പറയുമ്പോൾ നല്ല ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും പനീറും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഫ്ലേവറിലുള്ള ഒരു ടൈപ്പ് ഓഫ് സൂപ്പാണ് ഇവരുടെ മിസോ സൂപ്പ്. പക്ഷെ കഞ്ഞിവെള്ളത്തിൻ്റെ ഫ്ലേവറാണോ അതുമല്ല, പക്ഷെ ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് സൂപ്പാണ് മിസോ സൂപ്പ്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ഹോട്ട് സൂപ്പായിരുന്നു ഇവരുടെ മിസോ സൂപ്പ്. പിന്നെ ട്രൈ ചെയ്തത് സുഷിയാണ്. ക്രാബ് മീറ്റും പ്രോൺസും ചിക്കനും അവക്കാഡോയും കൂടി എല്ലാം ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി സുഷി. സംഭവം കൊള്ളാം. സുഷി മൊത്തത്തിൽ കഴിക്കുന്നത് തന്നെ നമുക്ക് അതിനകത്തുള്ള ഓരോ മീറ്റിൻ്റെ ഫ്ലേവറും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വസാബിയും പിക്കിൾഡ് ജിഞ്ചറും തന്നിട്ടുണ്ടായിരുന്നു. ആ വസാബിയുടെ ചെറിയ പുകച്ചിലും ആ സുഷിയുടെ മീറ്റിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ചേർത്തൊരു അടിപൊളി കോംബോ ആയിരുന്നു. സുഷി ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു 1 ഓഫ് ദ ജാപ്പനീസ് ഡിഷാണ് സുഷി. സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മേളിൽ അവർ ഇട്ടേക്കുന്ന ക്രീമാണെങ്കിൽ പോലും ആ സുഷിയായിട്ട് കറക്റ്റ് ചേരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രീമാണ് അവർ മേളിലിട്ട് തന്നിരിക്കുന്നത് നമുക്ക്. പിന്നെ നമ്മൾ നേരെ വന്നത് നമ്മുടെ ബെൻഡോ ബോക്സിലേക്കാണ്. ബെൻഡോ ബോക്സിൻ്റെ ഡിഷസ് ഓരോ ദിവസം ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ടാവും ഇന്നത്തെ ബെൻഡോ ബോക്സിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കോംബോ ഞാൻ ട്രൈ ചെയ്ത് നമ്മുടെ സ്റ്റിക്കി റൈസും അതുപോലെ തന്നെ ബീൻസ് ചിക്കൻ കറിയായിരുന്നു. സംഭവം കൊള്ളാം. ആ സ്റ്റിക്കി റൈസും ബീൻസ് ചിക്കൻ കറിയും നമ്മുടെ നാട്ടിലെ തേങ്ങാപ്പാൽ വെച്ചുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയുടെ ഫ്ലേവറായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റിക്കി റൈസും ചിക്കൻ കറിയും പറയാലോ ഒരു അടിപൊളി കോംബോയാണ്. സംഭവം കൊള്ളാം. ചിക്കൻ ആണെങ്കിൽ നല്ല ടെൻഡറും ഫ്രഷും. വെജിറ്റബിൾ പച്ചക്കറി കഴിക്കാത്ത ഞാനാണ് ആ ബീൻസ് കഴിക്കുന്നതെന്ന് ഓർക്കണം നിങ്ങൾ. നമ്മുടെ നാട്ടിലെ തേങ്ങാപ്പാലിൻ്റെ ഒരു ചിക്കൻ കറിയുടെ അതേ ഫ്ലേവറാണ് എനിക്ക് തോന്നിയത്. ബെൻഡോ ബോക്സിനകത്ത് തന്നെയുള്ള അടുത്ത ഡിഷായിരുന്നു നമ്മുടെ ചിക്കൻ ബോൾസ്. നല്ല ബോയിൽഡ് ചിക്കൻ നല്ല ടെൻഡറായിട്ടുള്ള മസാലയൊക്കെ ഇട്ടിട്ട് നല്ല ബ്രോസ്റ്റഡിൻ്റെ ഒരു ഔട്ടർ ലെയറിങ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷ്. സംഭവം കൊള്ളാം. ബെൻഡോ ബോക്സിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് നമ്മുടെ ഒരു ചിക്കൻ ബോൾസിൻ്റെ ആയിരുന്നു. നല്ലൊരു ഫ്ലേവറായിരുന്നു. നമ്മുടെ ഒരു ജാപ്പനീസ് ഫ്ലേവറായിട്ടാണ് എനിക്ക് തോന്നിയത്. സംഭവം കൊള്ളാം. ആ പറഞ്ഞറിയിക്കാൻ പറ്റും നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഡിഷാണ് നമ്മുടെ ആ ചിക്കൻ ബോൾസ്. എന്തായാലും ബെൻഡോ ബോക്സിൽ വരുന്ന ഈ 4 ഡിഷും അതോടൊപ്പം തന്നെ നമുക്ക് നടുക്ക് അവർ വസാബിയും അതോടൊപ്പം തന്നെ പിക്കിൾഡ് ജിഞ്ചറും തന്നെയുള്ളൂ. സുഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ സെയിം ക്രാബ് മീറ്റ് അടങ്ങിയിട്ടുള്ള സുഷിയായിരുന്നു ബെൻഡോ ബോക്സിൽ തന്നെ ഉള്ളത്. ബെൻഡോ ബോക്സിൻ്റെ ഡിഷസ് ഓരോ ദിവസം ഓരോന്നും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കയറി ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബെൻഡോ ബോക്സ് ഡിഷസ് ആണ് ബെൻഡോ ബോക്സിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓർഡർ ചെയ്യാം. അപ്പോൾ ഒത്തൻറ്റിക് ജാപ്പനീസ് ഫുഡ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ട്രൈ ഔട്ട് ചെയ്യുന്ന റെസ്റ്റോറൻ്റാണ് കൊയോട്ടോ. കിൽക്കനിയിലും ഉണ്ട് നമ്മുടെ കൊയോട്ടോയുടെ ബ്രാൻഡ്. അപ്പോൾ താങ്ക് യു.